ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തോ. 2025 റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഇന്ത്യൻ മലയാള ഭാഷ ക്രൈം ത്രില്ലർ ചിത്രമാണ് കളങ്കാവൽ. നായകനായി എത്തുന്നത് സാക്ഷാൽ മമ്മൂക്കയാണ്. ആൻഡ് എലോങ് സൈഡ് ആയിട്ട് കൂടെ എത്തുന്നത് വിനായകനും കൂടെ ഉണ്ട്. മറ്റു കഥാപാത്രങ്ങളിലായിട്ട് ജിബിൻ ഗോപിനാഥ്, രജിഷ വിജയൻ, ഗായത്രി അരുൺ, ശ്രുതി രാമചന്ദ്രൻ എന്നിവരൊക്കെ എത്തുന്നുമുണ്ട്. അപ്പോൾ ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ്. ജിതിൻ കെ ജോസിൻ്റെ ആദ്യ സംവിധാനത്തിലെ സിനിമ കൂടിയാണ് കളങ്കാവൽ. പുള്ളിയുടെ സംവിധായകനായ ആദ്യ സിനിമയാണ് കളങ്കാവൽ. പക്ഷേ കുറുപ്പ് ദുൽഖർ സൽമാൻ നായകനായും നിർമ്മാതാവും ചെയ്ത കുറുപ്പ് എന്ന സിനിമയിലെ സ്റ്റോറി റൈറ്റർ കൂടെയാണ് ജിതിൻ കെ ജോസ്. അപ്പോൾ ആ ഒരു ബന്ധം കൂടെ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ കളങ്കാവൽ നാളെ റിലീസ് ചെയ്യുവാണ് ഡിസംബർ 5-ന്. വളരെ വെയിറ്റിന് ശേഷം, വളരെ കാലത്തിന് ശേഷം, ഒരുപാട് മാസങ്ങൾക്ക് ശേഷം മമ്മൂക്കയെ വീണ്ടും ഓൺ സ്ക്രീനിൽ കാണുന്ന ഒരു ത്രില്ലിലാണ് ഞാൻ. നിങ്ങളും ആ ത്രില്ലിലാണെന്നറിയാം. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. നിങ്ങളും ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണെന്നറിയാം. ആ ഒരു നാളെ എങ്ങനെയായിരിക്കും മമ്മൂട്ടി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ജിതിൻ കെ ജോസ് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയായിരിക്കും മമ്മൂക്ക? ഈ സിനിമയുടെ ബിസിനസ് ഒറ്റ പേരാണ് മമ്മൂക്ക. ഒരു സിനിമയുടെ സ്റ്റോറി അല്ലെങ്കിൽ പ്ലോട്ട് വൈസ് മുഴുവൻ അറിയാതെ തന്നെ, അല്ലെങ്കിൽ ഏകദേശം അറിഞ്ഞു തന്നെ, ഒരു സിനിമയുടെ നടൻ്റെ പെർഫോമൻസ് വെച്ച് ഒരു സിനിമ സെല്ല് ചെയ്യുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അത് മമ്മൂക്കയെ സാധിച്ചു എന്നതാണ് ഈ കളങ്കാവിലൂടെ പറയാനുള്ളത്. കാരണം സിനിമയുടെ പ്ലോട്ട് അല്ലെങ്കിൽ സിനിമ എങ്ങനെ ആയിരിക്കും എന്നൊന്നും, അല്ലെങ്കിൽ സിനിമ കൊള്ളായിരിക്കും അല്ലെങ്കിൽ സിനിമ ബോറായിരിക്കും എന്നൊന്നും ആരും പറയാനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്ന മമ്മൂക്കയുടെ പെർഫോമൻസ് അതിലായിരിക്കും. ഈ സിനിമ ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോയതിൻ്റെ കാരണം മമ്മൂക്കയുടെ പെർഫോമൻസ് സൂപ്പറായിരിക്കും എന്നുള്ള എല്ലാവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു ആൻറ്റിസിപ്പേഷനാണ്. എല്ലാവരും പറയുന്നത് പടം എങ്ങനെയാവുന്ന ഒരു പിടിയുമില്ല. പക്ഷെ മമ്മൂക്കയുടെ പെർഫോമൻസ് പീക്ക് വില്ലനിസ് ആയിരിക്കും. മമ്മൂക്ക രക്ഷയില്ലാതെ ചെയ്യും. അതിൽ സംശയമൊന്നും വേണ്ട. മമ്മൂക്ക സിഗരറ്റും വെച്ചിട്ട് ഇങ്ങനെ നാക്കിട്ട് കാണിക്കുന്നത്, മമ്മൂക്ക ഇങ്ങനെ ടീ ഷോപ്പിൻ്റെ അവിടെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നത്, എല്ലാം അങ്ങനത്തെ കുറേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം മമ്മൂക്ക അതിൽ പൊളിക്കും. കാരണം മമ്മൂക്കയുടെ ആ ഒരു ഫേസ് വെച്ച്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് വെച്ചാണ് ഇതുവരെ കളങ്കാവൽ എന്ന സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ ഹൈപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കിട്ടിയ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. കാരണം സിനിമയുടെ ഒരു സിനിമ ഇങ്ങനെ ആയിരിക്കും എന്നൊന്നും ആരും സംസാരിക്കുന്നില്ല. അല്ലെങ്കിൽ സിനിമ കിട്ടുന്ന സിനിമയായിരിക്കും, അല്ലെങ്കിൽ സിനിമ പോരാത്ത സിനിമയായിരിക്കും. ആ ഒരു ടോക്കേ ഇവിടെ ഇല്ല. മമ്മൂക്കയുടെ പെർഫോമൻസ് പൊളിയായിരിക്കും. അറിയാലോ, മമ്മൂക്ക പ്രതിഭയാണ്, പ്രതിഭാസമാണ്, വിസ്മയിച്ചിരിക്കും. ആൻഡ് ഒരു പീക്ക് വില്ലനിസം കാണാനായിട്ട് ഞാൻ അതിയായ വെയിറ്റിംഗ് ആണ്. ഇനി ഇതിലൊരു എനിക്ക് പറയാനുള്ളത്, സിനിമ വരുന്നത് ഇത് എ റേറ്റഡ് അല്ലെന്ന് പറയുന്നു. U16 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ സിനിമയുടെ ഒരു ലെവൽ ഓഫ് ബ്രൂട്ടാലിറ്റി, അല്ലെങ്കിൽ ഒരു ലെവൽ ഓഫ് അറ്റാക്കിങ് അത് കുറച്ച് കുറയും. അതായത് സിനിമയെ ഒരു ഗ്ലോറിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ സിനിമയിലുടനീളം ഒന്ന് തണുപ്പിക്കുക, വീക്ക് വില്ലനിസം റോളിനെ ഒന്ന് തണുപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനുള്ള രീതിയിലുള്ള ഒരു കെട്ടിച്ചമച്ചലൊക്കെ ഉള്ളതുപോലൊരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ ഒരു റേറ്റഡ് മാറിയപ്പോൾ ആ ഒരു എ റേറ്റഡ് വർണ്ണമായിരുന്നു. എ റേറ്റഡ് വന്നാൽ കുറച്ച് നമുക്ക് അറിയാമല്ലോ, കുറച്ചുകൂടെ ആ ഒരു ബ്രൂട്ടലും കാര്യങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഒരു ത്രില്ലിങ് സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തോന്നും. പക്ഷെ അത് ആ എ റേറ്റഡ് മാറി വന്നപ്പോൾ എനിക്കൊരു എന്തായിരിക്കും ഒരു ചെറിയൊരു ഡൗട്ട്. ചിലപ്പം ലാസ്റ്റ് ഈ ഗ്ലോറിഫൈ ചെയ്ത് വീണ്ടും നല്ലവനും എല്ലാം ആക്കുക, അല്ലെങ്കിൽ ആ ഒരു സീനൊക്കെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ചെയ്യാതെ പോകുന്നൊക്കെ ഒരു ടെൻഷനുണ്ട്. അതുകൊണ്ട് ആ ഒരു റേറ്റഡ് വന്നപ്പോൾ എനിക്കൊരു അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ തോന്നി. എനിക്ക് തോന്നി പേഴ്സണലായിട്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് കമൻറ്റ് ചെയ്തേക്ക്. ആൻഡ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. മുജീബ് മജീദിൻ്റെ ആദ്യ സിനിമ വരുന്നത് ആസിഫ് അലിയുടെ മന്ദാരം എന്ന സിനിമയിൽ കൂടെയാണ്. പിന്നെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടില്ല ആരും. പിന്നീട് വരുന്നത് കിഷ്കിന്ദകാന്തത്തിലൂടെയാണ്. അതിൽ നിന്ന്
പിന്നെ വരുന്നത് രേഖാചിത്രം, എല്ലാം ആസിഫലി ചിത്രങ്ങളാണ്. പിന്നെയാണ് എക്കോ സിനിമയിലേക്ക് വരുന്നത്. എക്കോയിൽ കിട്ടില്ല മ്യൂസിക്കാണ് മുജീബ് മജീദ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കളങ്കാവിലെ നിലാക്കായും സോങ് ഒക്കെ ഇതിനോട് തന്നെ വലിയൊരു ട്രെൻഡിങ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ആ സിനിമയിലെ ആ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. പടത്തിന് ആ ഒരു മൂഡ്, ആ ഒരു വൈബ് എക്കോയിൽ ക്രിയേറ്റ് ചെയ്ത പോലെ ആ സിനിമയുടെ സീനിന്, സീക്വൻസിന്, ആക്ഷന് ആ ഒരു ബ്ലെൻഡ് ചെയ്ത് തന്നെ മ്യൂസിക് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം മുജീബ് മജീദ് സൂപ്പറായിട്ട് ചെയ്യുന്നു. സിനിമാറ്റോഗ്രാഫർ ഫൈസൽ അലിയാണ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ എഡിറ്റർ ചെയ്യുന്ന പ്രവീൺ പ്രഭാകറാണ്. ജിതിൻ കെ ജോസ്, ഞാൻ പറഞ്ഞില്ലേ കുറുപ്പിൻ്റെ സ്റ്റോറി റൈറ്ററാണ് ജിതിൻ കെ ജോസ്. ദുൽഖർ സൽമാൻ നായകനും പ്രൊഡ്യൂസറുമായിട്ട് കുറുപ്പിൻ്റെ വലിയൊരു വിജയം നേടിയൊരു ചിത്രവും കൂടെയാണ് കുറുപ്പിൻ്റെ സ്റ്റോറി റൈറ്റർ കൂടെയാണ് ജിതിൻ കെ ജോസ്. ആദ്യമായിട്ടാണ് ഡയറക്ഷനിലെത്തുന്നത്, അതും മമ്മൂക്കയുടെ ചിത്രത്തിൽ, അതും കളങ്കാവിൽ. അത് ഇത്രയും വലിയൊരു ഒരു ആൻറ്റിസിപ്പേറ്റഡ് പ്ലോട്ട്, സൈനൈഡ് മോഹൻ ആ ഒരു പുള്ളിയുടെ ആ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നതെന്നാണ് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മമ്മൂക്കയുടെ ആ പോസ്റ്ററിൽ വരെ, അതായത് 21-22ഓളം സ്ത്രീകൾ സിനിമയിലുണ്ട്, അതായത് നായികമാർ സിനിമയിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരുമായിട്ട് ഓരോരുത്തരുടെ ഓരോ കമ്മിറ്റ്മെൻ്റാണ് മമ്മൂക്ക. അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറുക, അതിപ്പോൾ ഡ്രസ് ചേഞ്ച് ആയാലും സംസാരങ്ങളിലായാലും എക്സ്പ്രഷനിലായാലും അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങളായുള്ള ഒരു മാറ്റങ്ങളിലേക്ക് മാറുക എന്നുള്ളതിലേക്കാണ് മമ്മൂക്ക ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രം ടുമാറോ എന്ന ഒരു പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ മമ്മൂക്ക ഇങ്ങനെ കൈ തൊഴുന്ന് ഒരു പൊട്ടൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഇതായിരുന്നു, വേറെ ഒരാളെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കറങ്ങുന്നതാണ്. സോ അതൊക്കെ ആക്ച്വലി ഐ ആം ഇൻട്രസ്റ്റഡ് അപ്പോൾ എന്താണ് ജിതിൻ കെ ജോസ് പണി വച്ചിരിക്കുന്നതെന്ന്. ടോപ്പ് നോച്ച് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, എന്തായാലും സിനിമയുടെ റിവ്യൂ ആഫ്റ്റർ അബൌട്ട് ചിലപ്പം പോസിറ്റീവ്, നെഗറ്റീവ്, മിഡ് എന്ത് വേണോ എന്നോട്. പക്ഷെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരു വിട്ടുവീഴ്ചയില്ല, എനിക്കതിലൊരു ഭയവും ഇല്ല. മമ്മൂക്ക മിന്നിച്ചിരിക്കും, കത്തിച്ചിരിക്കും. കാരണം 27-ാം തീയതി നവംബറിന് റിലീസ് ചെയ്യാനിരുന്നാണ്, വീണ്ടും പോസ്റ്റ്പോൺ ചെയ്തിട്ട് ഡിസംബർ 5-ന് ഇപ്പോൾ റിലീസ് ചെയ്തു. ഡിസംബർ 5-ന് ഞാൻ മുന്നേ പറഞ്ഞ പോലെ സിനിമയുടെ പൂരാണ്. ഹിന്ദിയിൽ നിന്ന് ദുരന്തർ ഇറങ്ങുന്നുണ്ട്, തെലുങ്കിൽ നിന്ന് അഖാണ്ട 2 താണ്ഡവ് ഇറങ്ങുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് ഇന്ദ്രജിത് സുകുമാരൻ്റെ ധീരം, ശ്രീനാഥ് ബാസിയുടെ പൊങ്കാല, പിന്നെ ഇംഗ്ലീഷ് സിനിമകൾ, അങ്ങനെ മാറി മാറി കുറേ സിനിമകൾ വരുന്നുണ്ട്. അതും ഈ 5-ാം തീയതി തന്നെയാണ് വരുന്നത്. അങ്ങനെ ഈ ഡിസംബർ സിനിഫെയിൽസിന് ഒരു ആഘോഷ മാസമാണ്. പിന്നെ പൈസയും കുറെ ഇറക്കേണ്ടി വരും, കാരണം അമ്മാര് സിനിമകൾ ഇറങ്ങി. ഇപ്പൊ 12-ാം തീയതി തന്നെ ബാബാ വാദ്യാർ, നളൻകുമാർ സംവിധാനം ചെയ്യുന്ന കാർത്തിയുടെ ചിത്രം, തമിഴ് ചിത്രം 12/12/2025 റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2018 പ്രദീപ് രംഗനാഥൻ്റെ ലവ് ഇൻഷുറൻസ് കമ്പനി, അവതാർ, ഭബ്ബ, മോഹൻലാലിൻ്റെ സ്പെഷ്യൽ ക്യാമിയോ റോളുള്ള ഭബ്ബ, അതിലെന്തോ ഗോപി സുന്ദർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇടാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെ പറയുന്നു. മൊത്തത്തിൽ കളങ്കാവിലും നാളെ ഞാൻ ഏരീസ് പ്ലസ് XL സിനിമാസിലെ ഫസ്റ്റ് ഷോ 9:30 ഓഡിയോ 1-ൽ കാണാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളിൽ കാണിച്ചു തരാം, പറഞ്ഞു തരാം, അറിയിച്ചു തരാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെയൊക്കെയാണ്. ആൻഡ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ഫ്രണ്ട്സുമായിട്ട് റെക്കമെൻഡ് ചെയ്തേക്ക്. ആൻഡ് മമ്മൂക്ക കത്തിച്ചിരിക്കും ഗൈസ്.